ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റിയറിംഗ് ഞാൻ ഇവിടുന്ന് ഇതേ ഒരു റൗണ്ട് ഞാൻ ഇങ്ങനെ വലത് സൈഡിലേക്ക് തിരിക്കുന്നു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നതെന്ന് ഞാൻ പറയാം. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സ്റ്റിയറിംഗിന്റെ പിന്നിലെ ഈ രഹസ്യങ്ങൾ അറിയാതെ ഒരിക്കലും സ്റ്റിയറിംഗ് തിരിക്കരുത്. കാർ ഡ്രൈവിംഗ് പഠിച്ച ലൈസൻസ് എടുത്ത് ഒരുപാട് നാളുകളായിട്ട് വാഹനം ഉപയോഗിക്കുന്ന പലർക്കും ഇപ്പോഴും ഡ്രൈവിംഗിൽ ഒരു പോരായ്മയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് സ്റ്റഡി ആകുന്നില്ലെന്നുള്ളത്. കുറച്ചധികം കാര്യങ്ങളോടെ ഡ്രൈവിംഗിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കോൺഫിഡൻസോടെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ സ്റ്റിയറിംഗിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഓക്കെ, ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവര് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് 2 ടയർ എത്രത്തോളം തിരിയുന്നു എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയണം. ഇപ്പോൾ വണ്ടിയുടെ ടയർ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ടയർ പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗിന്റെ തിരിവുകൾ എങ്ങനെ വരുന്നു എന്ന് നോക്കുക ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റിയറിംഗ് ഞാൻ ഇവിടുന്ന് ഇതേ ഒരു റൗണ്ട് ഞാൻ ഇങ്ങനെ വലത് സൈഡിലേക്ക് തിരിക്കുന്നു. ഓക്കെ, വലത് സൈഡിലേക്ക് തിരിച്ചു. പക്ഷെങ്കിൽ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത് സൈഡിലേക്ക് തിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ടയർ പൂർണ്ണമായിട്ട് വലത് സൈഡിലേക്ക് തിരിഞ്ഞിട്ടില്ല. വീണ്ടും ഞാനിത് എന്ത് ചെയ്യുന്നു, ഒരു 1/4 റൗണ്ട് അടുത്തോളം തിരിച്ചു. അപ്പോൾ സ്റ്റിയറിംഗിന്റെ ഒരു ഷേപ്പ് വരുന്നത് നിങ്ങൾ നോക്കുക ഈ ഒരു ലെവലിൽ. അപ്പോൾ ഒരു 1.5 അല്ലെങ്കിൽ 1.25 റൗണ്ട് വലത് സൈഡിലേക്ക് തിരിച്ചപ്പോൾ ടയർ പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഡയറക്ഷനിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഒന്ന് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുകയാണ്. ഒരു 1/4 റൗണ്ട് അല്ലെങ്കിൽ 1/2 റൗണ്ട് അടുത്ത് തിരിച്ചു. സ്റ്റിയറിംഗ് നേരെയാകുന്ന പൊസിഷനിൽ വന്നു. ഇപ്പോഴും വണ്ടിയുടെ ടയർ നേരെയായിട്ടില്ല, കാരണം ഞാനൊരു 1/4 റൗണ്ടേ തിരിച്ചിട്ടുള്ളൂ. വീണ്ടും ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് ഈ ഒരു സൈഡിലേക്ക് തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാകുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഇവിടുന്ന് ഒരു റൗണ്ട് ഇടത് സൈഡിലേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഒറ്റ റൗണ്ട് തിരിക്കുന്നു. വീണ്ടും ഞാൻ ഒരു 1/4 റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് തിരിച്ചു. സ്റ്റിയറിംഗ് ഇവിടെ ലോക്കായി. ഇപ്പോൾ ഇടത് സൈഡിലേക്ക് എൻ്റെ വണ്ടിയുടെ ടയർ തിരിഞ്ഞു. വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു 1/2 റൗണ്ട് അല്ലെങ്കിൽ 1/4 റൗണ്ട് എടുത്ത് ഇങ്ങോട്ട് പിടിക്കുന്നു. വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെ. ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ നമ്മൾ എങ്ങനെയാണ് കൈകൾ പിടിക്കേണ്ടത്? കൈകൾ പിടിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കൈ ഏകദേശം സ്റ്റിയറിംഗ് വീലിന്റെ ഈ പൊസിഷനിലായിരിക്കണം നിൽക്കേണ്ടത്. അതായത് ഈ പൊസിഷനെ നമ്മൾ സാധാരണ പറയുന്നത് 9-3 പൊസിഷൻ എന്നാണ്. പിന്നെയുള്ളതാണ് 10-10 വരുന്നത്. അത് ഇങ്ങനെ കൈ പിടിക്കുന്ന മെത്തേഡ്. നമ്മൾ 10-10 ഡ്രൈവ് ചെയ്യാറുണ്ട്, 9-3 പൊസിഷൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. പിന്നെയുള്ളതാണ് 8-4. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കൈ ഈ ഭാഗത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിനെ ഇതുപോലെ ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്യണം. ഈ സമയത്തായിരിക്കണം നമുക്ക് ഇതുകൊണ്ട് ഇവിടെ സ്റ്റിയറിംഗിനെ സ്റ്റഡി ആക്കിക്കൊണ്ട് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നതെന്ന് ഞാൻ പറയാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗുമായിട്ട് നേരിട്ട് തന്നെ ബന്ധമുള്ളതാണ് നമ്മളുടെ വാഹനത്തിന്റെ ആക്സിലറേഷന്റെ കൺട്രോളിംഗ്, ബ്രേക്കിന്റെ ബാലൻസിങ്, ക്ലച്ചിന്റെ കൺട്രോളിംഗ്, ഗിയർ ഷിഫ്റ്റിംഗ്, ഇതെല്ലാം സ്റ്റിയറിംഗുമായിട്ട് ബന്ധമുണ്ട്. നമുക്ക് ആക്സിലറേഷൻ അമിതമായി പോയി കഴിഞ്ഞാൽ, വേഗത കൂടിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചിലർക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പെഡലുകൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന വേഗതയ്ക്കനുസരിച്ച് നിങ്ങൾ ഈ പെഡലുകളെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് എന്റെ വാഹനം ഞാൻ ഇവിടെ മുന്നോട്ട് എടുക്കാൻ പോണേ. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, വലത് സൈഡിലേക്ക് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നു. ഇപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഇൻഡിക്കേറ്ററിലാണ് വാഹനം നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു. എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കുക, വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു. ഇനി നമുക്ക് സ്റ്റിയറിംഗിന്റെ തിരിവും സ്പീഡുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ആ ബന്ധം ഞാൻ നിങ്ങളെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തരാം. ഇവിടെ ആക്സിലറേഷൻ ഞാൻ ലൈറ്റ് ആയിട്ട് കൊടുത്ത് ക്ലച്ച് അയച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്ക് സ്പീഡ് കൂടിയിട്ട് വണ്ടി അങ്ങോട്ട് പോകും.
അപ്പോൾ എന്ത് ചെയ്യും, ബ്രേക്കേ വരാതെ തന്നെ സ്റ്റിയറിങ്ങിനെ ഇടത്താക്കാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി ആ സൈഡിലേക്ക് ചെല്ലും, വണ്ടി പിന്നെ റോഡിൽ ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം, റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബ്രേക്കിലേക്ക് വരണം. ഇപ്പം ഇതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഇത് എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി എന്ത് ചെയ്യണം, റോഡിന്റെ ഇടതാക്കുക. വീണ്ടും ബ്രേക്കിലേക്ക് വന്ന് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി നേരെയാക്കുക. ഇത് നിങ്ങൾ കറക്റ്റ് ആക്കാൻ പഠിക്കണം. ഒരു കാരണവശാൽ ആക്സിലറേഷൻ കൊടുത്ത് ഒറ്റയടിക്ക് വണ്ടി എടുക്കുക എന്നുള്ളതല്ല. ബാക്ക് സൈഡ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ കാര്യം നിങ്ങൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആക്സിലറേഷനുമായിട്ട് സ്റ്റിയറിംഗിന് ബന്ധമുണ്ടെന്ന്. ഇപ്പം ഞാൻ ആക്സിലറേഷൻ നമ്മൾ പതിയെ കൊടുത്തതുകൊണ്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതുപോലെ വരികയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതുപോലെ വരുന്നു. എന്നിട്ട് ഇനി നമുക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ പൊസിഷൻ നമുക്കൊന്ന് സ്റ്റഡി ആക്കണം. സ്റ്റഡി ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ വണ്ടി റോഡിൽ നേരെയാണെന്ന് ഉറപ്പുവരുത്തും. ഇപ്പം റോഡിൽ വണ്ടി നേരെയാണെന്ന് ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് നമ്മുടെ നോട്ടം റോഡിലേക്ക് ആക്കിക്കൊണ്ട് ഒരു കൈ നമ്മൾ സ്റ്റിയറിംഗിന്റെ ഈ ഭാഗത്തേക്ക് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗിന് ഇങ്ങനെ സ്റ്റഡി ആക്കുന്നു. ഈ സമയത്ത് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ക്ലച്ച് എന്ന് കാല് റിലീസ് ചെയ്യുന്നു. രണ്ട് കൈയും വീണ്ടും 9-3 പൊസിഷനിലേക്ക് വരികയാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ 9-3 പൊസിഷനിലേക്ക് വന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഈ ഇറക്കത്ത് വണ്ടി സ്ലോ ചെയ്തു. ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിന് ഇവിടെ ബാലൻസ് ചെയ്യുന്നു. ഇടത്തെ കൈ എടുത്ത് ഞാൻ ഗിയർ ലിവറെ വെച്ചേക്കാണ്. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു. തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. കണ്ടോ, അപ്പം ഞാൻ ഇങ്ങോട്ടൊന്ന് പിടിച്ചായിരുന്നു. എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു വളവുണ്ട്. അപ്പം ഞാൻ എൻ്റെ ശ്രദ്ധ ആ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കുന്നതിലാണ് കൂടുതൽ നിൽക്കുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാനിവിടെ സ്റ്റിയറിംഗിന് ഇങ്ങനെ ബാലൻസ് ആക്കിക്കൊണ്ടാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുകൊണ്ടോ ഇങ്ങോട്ടൊന്ന് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ആക്കിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഒരു ജംഗ്ഷനിലേക്ക് എൻ്റെ വാഹനം വന്നു. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗിനെ ഒരു കൈ കൊണ്ട് ബാലൻസ് ആക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തുള്ളൂ. ഞാൻ ആ ട്രിക്ക് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ധാരണ കിട്ടും. ഇപ്പോൾ 9-3 പൊസിഷനിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്നു. ആക്സിലറേഷൻ കൊടുത്തു പോവാണ്. ഒരു കൈ കൊണ്ട് ഞാനിവിടെ സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്തു. ഇടത്തെ കൈ ഗിയർ ലിവറെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടി പരമാവധി ഒന്നുണ്ട് ഇടത് സൈഡിലേക്ക് ആക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയ വളവുണ്ട്, റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് പിടിക്കുന്നു. വീണ്ടും വണ്ടി ഞാൻ ഇങ്ങനെ നേരെ ആക്കിയിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുകയാണ്. ഈ സമയത്ത് ഗിയർ ലിവറിലേക്ക് നോക്കാൻ പാടില്ല. നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് സ്റ്റിയറിംഗിലേക്കാണ്. ഒപ്പം തന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പക്ഷെങ്കിൽ സ്റ്റിയറിംഗ് പാളി പോകാതിരിക്കാനായിട്ട് നിങ്ങൾ മെയിൻ കോൺസെൻട്രേഷൻ കൊടുക്കുക ഈ ഒരു സൈഡിൽ ബാലൻസ് ചെയ്തുകൊണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, തിടുക്കത്തിൽ ഗിയർ ഇടുക. പല ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് തിടുക്കത്തിൽ ഗിയർ ഇടുക. ഗിയർ ഇടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഇടും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഇതുപോലെ വരുന്ന സമയത്ത് ഇതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ആ ബാലൻസ് ഒന്ന് കറക്റ്റ് ആക്കുക. വണ്ടി റോഡിൽ ഇടതാണെന്ന് ഉറപ്പ് വരുത്തുക. ഒരു വളവിലാണെങ്കിൽ പോലും ഇതുകൊണ്ട് ഇപ്പം ഞാൻ വളവ് ഇങ്ങനെ തിരിഞ്ഞു വരുവാണ്. ഈ വളവ് തിരിഞ്ഞു വരുന്ന സമയത്ത് എൻ്റെ വണ്ടി ഞാൻ ഇതുകൊണ്ട് ഇടതാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുന്നു. ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. തിരിഞ്ഞു വന്നാൽ ഉടൻ തന്നെ വണ്ടി ഒന്ന് ജസ്റ്റ് നേരെയാക്കി കൊടുത്തിട്ട് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ തേർഡ് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. തിടുക്കത്തിൽ ഗിയർ ഇടാതെ ഡ്രൈവ് ചെയ്യുക. വീണ്ടും 9-3 പൊസിഷനിലേക്ക് നിങ്ങളുടെ കൈ വരിക. ഒപ്പം തന്നെ എന്ത് ചെയ്യണം, സ്പീഡ് ഇങ്ങനെ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇനി ഫോർത്ത് ഗിയർ നമ്മൾ ഡ്രൈവിങ്ങിൽ എവിടെയാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്താണ് നമ്മൾ ഫോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആകാനായിട്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ഒരു കൈ കൊണ്ട് നമ്മൾ സ്റ്റിയറിങ്ങിന് ഇവിടെ ബാലൻസ് ആക്കുന്നു. ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് വെക്കുന്നു. എന്നിട്ട് വണ്ടി ഇതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റഡി ആക്കിക്കൊണ്ട് ക്ലച്ച് പിടിക്കുന്നു. ഫോർത്തിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റിയറിങ് ഒരേ രീതിയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരേ ഒരു ശ്രദ്ധ ഈ ഒരു രണ്ട് ഭാഗത്തേക്കും വരണം. ഒപ്പം തന്നെ ഇവിടുന്ന് ഈ ഒരു ശ്രദ്ധ നമുക്ക് ക്ലച്ച് പെഡലിലേക്കും ബ്രേക്ക് ആക്സിലറേറ്റർ പെഡലിലേക്കും നമുക്ക് വരണം. ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ്. ഇവിടെ ഒരു വളവ് വന്നു. ഒരു കൈ കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ തേർഡ് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം നിങ്ങൾ നോക്കി ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ പതുക്കെ നമ്മളിവിടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതുകൊണ്ട് തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും എനിക്ക് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കുന്ന സമയത്ത് 2 കൈകളും എപ്പോഴും സ്റ്റിയറിംഗിൽ ഉണ്ടായിരിക്കണം. അപകടം വരാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഗിയർ മാറ്റുന്ന സമയത്ത് മാത്രം ഒരു കൈ ഗിയർ ലിവറിലേക്ക് വരിക. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം തന്നെ 2 കൈയും പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് വീലിൽ ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കുക. വീഡിയോ പ്രയോജനം ചെയ്താൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഒപ്പം തന്നെ കാർ റിവ്യൂസ് വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. യൂസർ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പുതിയ വാഹനത്തിൻ്റെ ഒരു യൂസർ റിവ്യൂ നിങ്ങളെയും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.